ഹലോ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ മുഷിക്ക് തീറ്റ കൊടുക്കാൻ പോയതാണ്. തീറ്റ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു. ഏതോ ഒരു കിളി അറിയാതെ ഈ വെള്ളത്തിൽ ചാടിയതാണ്. എൻ്റെ തൂവൽ മാത്രമായിട്ട് ഇപ്പോൾ അവശിഷ്ടമായി മാറി. പിന്നെ ഇതിനകത്ത് കുറേ എന്തൊക്കെയോ അങ്ങനെ കുറേ തൂവലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കോരി കളയണം. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഭാഗം സെൻസിറ്റീവായ ആൾക്കാരൊന്നും കാണാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കിളിയുടെ ചെസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് കടിച്ചു മുറിച്ചു നമ്മുടെ ആഫ്രിക്കൻ മുഷി. ഞാൻ കാണുന്ന പോലെ ഒന്നല്ല, മോൺസ്റ്റർ തന്നെയാണ്. പിന്നെ എൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് ഏത് കിളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുഷിക്ക് ഞാൻ രാവിലെ ആണ് ഫീഡ് ചെയ്യാറ്. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെയും ഫീഡ് ചെയ്തില്ല, വൈകുന്നേരം ഫീഡ് ചെയ്തില്ല, പെല്ലറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാതിരുന്നപ്പോൾ അവനെ അതിനകത്ത് എന്തെങ്കിലും വീണപ്പോൾ അപ്പം പാറി വന്ന് കടിച്ചതാവും. പിന്നെ മുഷിയുടെ ആങ്കിലേക്ക് നോക്കുമ്പോൾ മുഷിയുടെ വയറൊക്കെ നല്ല വീർത്തിരിക്കുന്നു. മൂന്നാളുടെയും വയറ് നല്ല രീതിക്ക് തന്നെ വീർത്തിരിപ്പുണ്ട്. ഇതാണ് അവനെ കാണാൻ ഇപ്പോൾ. വെള്ളം കഴിക്കായപ്പോൾ ഞാൻ ഇവനങ്ങ് പോയിന്ന് കരുതി. പിന്നെ നിങ്ങൾക്ക് പേടി ഇല്ലെങ്കിൽ ഈ ഭാഗം കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഇതാണ് നമ്മുടെ മുഷി. ഇപ്പോൾ തുപ്പിയതാണെന്ന് തോന്നുന്നു. ആ കിളിയുടെ ബാക്കിയാണ്. ഒരു കാൽഭാഗമാണ്. 2 കാലുണ്ട് അതിന്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി ഇതിങ്ങനെ കിടക്കണ കണ്ടിട്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ 2 കാലൊക്കെ ഉണ്ട്. അവനിപ്പോൾ തുപ്പിയതാണെന്ന് തോന്നുന്നു. ഉണ്ടോ? പിന്നെ നമ്മൾ നമ്മുടെ മുഷിയുടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറ്റാമെന്ന് കരുതി. മാറ്റി നോക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കുറേ പാർട്സൊക്കെ കിടക്കുന്നു. ഇനി എത്ര കോരി കളഞ്ഞിട്ടാണെങ്കിലും ഈ മുഷിയുടെ അങ്ങനത്തെ തൂവലുകളൊന്നും അങ്ങ് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ മുഷീനെ ഒന്ന് ബക്കറ്റിലെടുത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇങ്ങനെ കാണുമ്പോൾ ഇവൻ ചെറുതാന്നൊക്കെ തോന്നും, പക്ഷെ ശരിക്കും മോൺസ്റ്ററാണ്. കാണുന്ന പോലെ നല്ല അഗ്രഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവനെ ഞാൻ കുറേ നേരമായിട്ട് ഞാൻ പിടിക്കാൻ നോക്കിയതാണ്, കിട്ടുന്നില്ല. ഇവൻ്റെ വയറാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വീർത്തിരിപ്പുണ്ട്. ആഫ്രിക്കൻ മുഷിയുടെ ആയാലും നാടൻ മുഷിയുടെ ആയാലും നല്ല രീതിക്ക് തന്നെ വീർത്തിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇവനൊന്ന് എടുത്ത് കയ്യിൽ പിടിക്കാൻ നോക്കി, അത് മാത്രം നടക്കുന്നില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പെടയുന്നുണ്ട്. പിടിക്കാൻ നോക്കുമ്പോൾ നല്ല പെടഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ചാടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അധികം വൈകാതെ ഇനി ഇവനെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഈ ടാങ്കിനകത്ത് എത്ര കോരി കളഞ്ഞിട്ടും തൂവല് കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകളുമായിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.